ഹലോ വ്യൂവേഴ്സ്, പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് വന്നേക്കാൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നേരത്തെ ഒരു കമൻറ്റ് അടിക്കുകയുണ്ടായി, പ്രോപ്പർ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കാം, ഡീറ്റെയിൽ ആയിട്ട് മെഷർമെൻറ്റ് എങ്ങനെ എടുക്കുന്ന ഒരു വീഡിയോ ഇടാമോ എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അവർക്ക് വേണ്ടി മാത്രമല്ല, ഈവൻ മെഷർമെൻറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുന്ന പല കസ്റ്റമേഴ്സുണ്ട്. ഈവൻ നമുക്ക് പുറത്തുനിന്ന് ക്ലയൻസുകൾ പലരും മെസ്സേജ് അയക്കാറുണ്ട്, എങ്ങനെയാണ് പ്രോപ്പർ മെഷർമെൻറ്റ് എടുക്കുന്നത്, ഏതിലാണ്, ഇഞ്ചസിലാണോ സെൻറ്റിമീറ്ററിലാണോ എടുക്കുന്നത്, അങ്ങനെ കുറേ ഡൗട്ടുകൾ നമുക്ക് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. സോ ലാസ്റ്റ് ടൈം നമുക്കൊരു മെഷർമെൻറ്റ് വന്നാൽ ഇതേപോലെ അത് വന്നത് നമുക്ക് സെൻറ്റിമീറ്ററിലായിരുന്നു. സോ അത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഇതിൻ്റെ എളുപ്പം നിങ്ങൾ ഇഞ്ചസിൽ എടുക്കുമ്പോഴാണ്. നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ് എടുക്കുന്ന ടേപ്പ് ഇതാണ്. നോർമൽ നമ്മൾ സ്റ്റിച്ചിങ് സെൻറ്ററുകളിലൊക്കെ ഉപയോഗിക്കുന്ന ക്ലോത്ത് ടൈപ്പ് ആയിട്ടുള്ള ടേപ്പാണ്. ഇതിന് വരുന്നതെന്ന് വെച്ചാൽ 60 ഇഞ്ചസ് ആണ് വരുന്നത്. 60 ഇഞ്ചസ് നീളമാണ് ഇതിന് വരുന്നത്. 60 ഇഞ്ചസ് അല്ലെങ്കിൽ 1 മീറ്റർ 1.5 മീറ്ററാണ് നമുക്കിതിന് ലെങ്ത് വരുന്നത്. സോ ഇതിനകത്ത് രണ്ട് സൈഡുണ്ട്. വൺ സൈഡ് ഇവ ഇഞ്ചസ് മാത്രമായിട്ടുള്ള സൈഡും, അല്ലാത്ത സൈഡിൽ നമുക്ക് ഇഞ്ചസും ഉണ്ട്, അതുപോലെ സെൻറ്റിമീറ്ററും ഉണ്ട്. സോ നമുക്ക് കംഫർട്ടബിൾ എപ്പോഴും ഇഞ്ചസ് മാത്രമായിട്ടുള്ള സൈഡ് യൂസ് ചെയ്യുന്നതായിരിക്കും. അത് യൂസ് ചെയ്യാൻ നമുക്ക് ഇതിനുവേണ്ടി എളുപ്പമാണ് നമുക്ക് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ. സോ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. നമ്മളിന്ന് മെഷർമെൻറ്റ് എടുക്കുന്ന ഒരു കുർത്തി, അതായത് നമ്മുടെ മാനിക്യൂറിലാണ്. അപ്പം അത് നമുക്ക് വേറെ ഒരാളെ വെച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു മാനിക്യൂറിൽ വെച്ചാണ് നമ്മളിന്ന് മെഷർമെൻറ്റ് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, കം ഓൺ. നമുക്ക് ഇപ്പോൾ എന്തായാലും ലെങ്ത്താണ് ഫസ്റ്റ് എടുക്കേണ്ടത്. നമ്മുടെ ഈ കുർത്തിയുടെ ടോട്ടൽ ലെങ്ത് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. നമ്മുടെ നെക്കിൻ്റെ പോർഷനിൽ നിന്നും ഷോൾഡർ ബോൺ ഉണ്ടല്ലോ, അതിൻ്റെ നടുക്ക് പോർഷൻ ഉണ്ടല്ലോ, സെൻറ്റർ പോർഷനിൽ നിന്നാണ് നമ്മൾ ലെങ്ത് എടുക്കേണ്ടത്. അതായത് സെൻറ്റർ പോർഷനിൽ നേരെ എന്തോരം അടിയിലേക്ക് വരുന്നത് നമ്മൾ 14.5 ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ഈ കുർത്തിയുടെ ലെങ്ത് പറഞ്ഞാൽ 14.5 ആണ് വരുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ ഷോൾഡർ എടുക്കാൻ നേരത്ത് ഷോൾഡർ ബോൺ ടു ഷോൾഡർ ബോൺ, അതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ പ്രോപ്പർ ലെങ്ത് വരുന്നത്. നമ്മൾ ഈ ഷോൾഡർ ബോണിൻ്റെ ടേപ്പ് വെച്ചു അത് ഷോൾഡർ ബോണിലേക്ക് എത്തിച്ചു. അതാണ് ഷോൾഡർ ബോൺ ടു ഷോൾഡർ ബോണാണ് നമ്മുടെ ലെങ്ത് വരുന്നത്. ആം ഹോൾസ് ആണ്. അപ്പോൾ നമ്മുടെ കഷക്കുഴി അടിയിൽ കൂടി കൊണ്ടുവരിക, ഷോൾഡർ ബോണിൻ്റെ അവിടെ വെക്കുക ഫസ്റ്റ് എൻഡ്. അത് കഴിഞ്ഞ് മറ്റേ ഒരു എൻഡ് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ക്രോസ് ഓവർ ചെയ്യുക. ഇതാണ് അവരുടെ ഷോൾഡറിൻ്റെ, അതായത് നമ്മുടെ ആം ഹോളിൻ്റെ റേഡിയസ് വരുന്നത്. നമുക്കിവിടെ വന്ന് 17.5 ആണ്. ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ വന്ന് നമ്മൾ എടുക്കുന്നത് 17.5 ആണ് നമ്മുടെ ഈ ആം ഹോളിൻ്റെ റേഡിയസ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം ആം ഹോൾസിൻ്റെ മെഷർമെൻറ്റ് 17.5 ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ട സ്ലീവ് ലെങ്ത്ത് നമ്മളിവിടുന്ന്, അതായത് നമ്മുടെ ഷോൾഡർ ബോണിൻ്റെ പോയിന്റിൽ നിന്ന് എന്തോ ലെങ്ത്ത് വേണം. ഇത് നമ്മളെടുത്ത് ഇങ്ങനെ 3/4 ആണ്. 16 ആണ് വന്നേക്കുന്നത്. 16 ആണ് ഇതിൻ്റെ റേഡിയസ് ഇതിൻ്റെ നീളം വന്നേക്കുന്നത്. അതുപോലെ നമുക്ക് എവിടെ വരെയാണ് നീളം വേണ്ടത് അത്രയും നമുക്ക് എടുക്കുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ റേഡിയസ്, അതായത് ഈ റൗണ്ട് ഉണ്ടല്ലോ, ആ റൗണ്ടാണ്. ഇപ്പോൾ എൻ്റെ കൈയുടെ ഇവിടെ വരെയാണ് 16 വന്നേക്കുന്നതെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുന്നു. എന്നിട്ട് നമുക്ക് എന്തോ ഒരു ലൂസ് വേണം, ആ ഒരു ഇതിലിട്ട് നമ്മൾ അവിടുത്തെ റേഡിയസ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, നമ്മളത് എടുക്കാതെ വരുമ്പോൾ നമ്മുടെ ഇതിന് ഈ ആം ഹോളിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ ഇവിടുത്തെ ലൂസ് ഇടുന്നത്. സോ ഇങ്ങനെ എടുത്ത് ചെയ്യാൻ നേരത്ത് നമുക്ക് കസ്റ്റമൈസേഷൻ പക്കയായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ സ്ലീവ് റൗണ്ടിൻ്റെയും വരുന്നത്. അടുത്ത മെഷർമെൻറ്റ് നമ്മൾ ചെസ്റ്റാണ്. ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരാൻ നേരത്ത് നമ്മൾ നേരെ ബോഡിനെ കറക്റ്റ് ചെയ്ത് ഫ്രണ്ടിലിങ്ങനെ കൊണ്ടുവന്ന്, ഇതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. ഇത് നമുക്ക് 36 ആണ് കിട്ടിയേക്കുന്നത് ചെസ്റ്റ് മെഷർമെൻറ്റ്. സോ നേരെ കറക്കുക, നേരെ പ്രോപ്പറായിട്ട് താഴത്തേക്ക് പോകാനും പാടില്ല, മേളിലേക്ക് കയറാനും പാടില്ല. കറക്റ്റ് ഈ ചെസ്റ്റിന് പാരലായിട്ട് വേണം നമ്മൾ വെക്കാൻ. ചെസ്റ്റിന് പാരലായിട്ട് നിർത്തിയതിന് ശേഷം കൊണ്ടുവരിക, ഇങ്ങനെ മെഷർമെൻറ്റ് 36.5 ആണ് നമുക്ക് ഇതിന് കിട്ടിയേക്കുന്നത്, ചെസ്റ്റിന് കിട്ടിയേക്കുന്നത്. അടുത്തത് നമ്മുടെ വേസ്റ്റ്, അതായത് ചെസ്റ്റിനും നേരെ ഹിപ്പിന് ഇടയ്ക്കാണ് നമ്മുടെ വേസ്റ്റ് ലൈൻ വരുന്നത്. ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ഹിപ്പ് ലൈൻ, വേസ്റ്റിൻ്റെ ഇത് വരുന്നത്. അപ്പം 29 ആണ് നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ ഹിപ്പ് സൈഡ്, ഇത് എപ്പോഴും മെഷർമെൻറ്റ് ഇങ്ങനെ എടുക്കാൻ നേരത്ത് താഴത്തേട്ട് പോകരുത്. നമ്മൾ ഈ ഒരു മെഷർമെൻറ്റ് എടുക്കാൻ നേരത്ത് എപ്പോഴും രണ്ട് സൈഡിലും ജസ്റ്റ് ഒരു ഫിംഗർ വെച്ചിട്ട് വേണം എടുക്കാൻ. കാരണം വെച്ചാൽ അവിടെ ലൂസ് നമുക്ക് ആവശ്യമുള്ള സ്ഥലമാണ്. സോ നമ്മൾ ലൂസ് ഇട്ട് വേണം നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ. ഇത് നമുക്ക് ഇപ്പോൾ കിട്ടിയേക്കുന്നത് 39 ആണ് നമ്മുടെ ഹിപ്പ് റൗണ്ട് കിട്ടിയേക്കുന്നത്. പിന്നെ നമ്മുടെ ഇതിപ്പം എലൈൻ ടോപ്പ് ആണെങ്കിൽ ഇത് ഓക്കെയാണ്, ഈ മെഷർമെൻറ്റ്സ് എല്ലാം മതി. നമ്മുടെ നെക്ക് ഒഴികെ ബാക്കി ഇതെല്ലാം മെഷർമെൻറ്റ്സ് മതി. പിന്നെ വരേണ്ടത് ഇപ്പോൾ സ്ലിറ്റഡ് ആണെങ്കിൽ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ പോയിൻറ്റ് സെൻറ്റർ പോയിൻറ്റും
എന്തോരം താഴെയാണ് നമ്മുടെ സ്ലിറ്റ് വരുന്നത്. നോർമൽ കേസിൽ നമുക്ക് 19 to 23 ആണ് നമ്മുടെ സ്ലിറ്റ് വരുന്നത്. സോ ഇതിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്കൊരു 22.5 ഒക്കെയാണ് ഇതിൻ്റെ പക്ക സ്ലിറ്റ് വരുന്നത്. ഇതാണ് 22.5 വരുന്നത്. ഇതാണ് ഇതിൻ്റെ പക്ക സ്ലിറ്റ് വരുന്നത്. ഓക്കെ, പിന്നെ നെക്കിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക. നമുക്ക് വി നെക്ക് അല്ലെങ്കിൽ സ്വീറ്റ് ഹാർട്ട് നെക്ക് ഇതുപോലെ ഷാർപ്പ് പോയിൻ്റ് ആയിട്ടാണ് നെക്കുകൾ വരാനകത്ത് എപ്പോഴും നമ്മൾ ക്രോസ് മെഷർമെൻറ്റ് എടുക്കുന്നതായിരിക്കും നമുക്ക് പക്ക. ഇത് നമുക്ക് 8 ആണ് നമ്മളിതിൻ്റെ മെഷർമെൻറ്റ് എടുത്തേക്കുന്നത്. കണ്ടോ, ഈ 8 ആണ് നമ്മളിതിൻ്റെ മെഷർമെൻറ്റ് എടുത്തേക്കുന്നത്. സോ അങ്ങനെ എടുക്കുക. നമ്മൾക്ക് ഏതോ കംഫർട്ടബിൾ, ഈവൻ 9 ആവും, ചിലപ്പോൾ ചിലർക്ക് 7.5 ആയിരിക്കും. അവരുടെ ക്ലീവേജ് പോയിൻ്റ് അവർക്ക് ആ കംഫർട്ടബിൾ എവിടെയാണോ അത് വെച്ച് മെഷർമെൻറ്റ് നമ്മളിങ്ങനെ എടുക്കുക. പിന്നെ ഇതിനകത്ത് ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നെക്കിൽ നമ്മൾ സ്ക്വയർ നെക്കാണ് വരുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് സ്ക്വയർ നെക്ക് എടുക്കണം. എന്ത് ചെയ്യാം, നേരെ ഇവിടെ നിന്ന് വെച്ചിട്ട് നേരെ താഴത്തോട്ട് വെക്കുക. അപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് നോക്കാം എങ്ങനെ വേണം. ഇതാണ് നമുക്ക് വേണ്ട പോയിൻറ്റ്, ഇതിൽ കയറ്റണോ. അപ്പോൾ നമ്മൾ 8 ഈ പോയിൻറ്റ് 8 വരാത്ത അതനുസരിച്ചുള്ള മെഷർമെൻറ്റ് പറയുമ്പോൾ ഇത് നോക്കിയോളൂ, 6.5 ആണ് ഇതിനനുസരിച്ച് വരുന്ന മെഷർമെൻറ്റ് ഇപ്പോൾ സ്ക്വയർ ആണെങ്കിൽ. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിലോട്ടുള്ള മെഷർമെൻറ്റും നമ്മൾക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് ബാക്കിലേക്കുള്ള മെഷർമെൻറ്റും എടുക്കാം. അപ്പം കുർത്തിയുടെ കാര്യങ്ങൾ ഇത്രയാണ്. ഈവൻ ഇപ്പം നമ്മൾ അനാർക്കലി അങ്ങനെയുള്ള ഫ്ലീറ്റഡ് കുർത്തീസൊക്കെ വരുമ്പോൾ ഹാഫ് ബോഡിയിൽ ഇങ്ങനെ ജസ്റ്റ് കട്ടിങ് വരുമായിരിക്കും. അപ്പോൾ നമ്മളെടുക്കുക ഇവിടെ നിന്ന് തന്നെ ഹാഫ് ബോഡി മെഷർമെൻറ്റ് എടുക്കാം. ഹാഫ് ബോഡി മെഷർമെൻറ്റ് ഇവിടെ നിന്ന് തന്നെ മെഷർ ചെയ്യാം. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മുടെ കുർത്തീസിലും കാര്യങ്ങൾ വരുന്ന ഓൾമോസ്റ്റ് മെഷർമെൻറ്റ്. ഇനി ഇതിനകത്ത് നമ്മളൊരു ബ്ലൗസ് ആകട്ടെ, ബ്ലൗസിൽ എങ്ങനെയായിരിക്കും. ബ്ലൗസിൽ വരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മുടെ ലെങ്ത്ത് ഇവിടെ നിന്ന് നമ്മുടെ ലെങ്ത്ത് വരും. അതൊരു 14.5 അല്ല 15 ആ റേഞ്ചൊക്കെ ആയിരിക്കും നോർമൽ ബ്ലൗസ് വരുന്നത്. അപ്പോൾ അങ്ങനെ മെഷർമെൻറ്റ് എടുക്കുക, ഫുൾ ലെങ്ത്തായി. അതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ എടുക്കുക, ഷോൾഡർ ബോൺ ടു നെക്സ്റ്റ് ഷോൾഡർ ബോൺ, ഷോൾഡറായി. അത് കഴിഞ്ഞ് നമ്മൾ ആം ഹോൾസ് എടുക്കുക, നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് ഓവർ ചെയ്ത് ആം ഹോൾസ് എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ സ്ലീവ് എടുക്കുക, സ്ലീവിൻ്റെ ലെങ്ത്ത് കഴിഞ്ഞിട്ട് സ്ലീവിൻ്റെ ഡയമീറ്റർ നമ്മൾ എവിടെയാണ് വന്നേക്കുന്നത് അതിൻ്റെ ഡയമീറ്റർ എടുക്കുക. പിന്നെ നമ്മുടെ ചെസ്റ്റ് എടുക്കുക. അതിനുശേഷം നമ്മുടെ മെഷർമെൻറ്റ് എവിടെയാണ് വന്നു നിന്നത്, ഇപ്പോൾ 14.5 അല്ലായിരുന്നോ, അവിടെയാണ് നമ്മുടെ വേസ്റ്റിൻ്റെ ഡയമീറ്റർ വരുന്നത്. അതാണ് നമ്മുടെ വേസ്റ്റിൻ്റെ പോയിൻ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ വേസ്റ്റ് പോയിൻ്റ് വരുന്നത്. പിന്നെയുള്ളൊരു കാര്യം നമ്മൾ കുർത്തിന്ന് വെച്ച് വ്യത്യസ്ത കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് അപ്പെക്സ് പോയിൻ്റ് എടുക്കണം. അപ്പെക്സ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ നെക്ക് ടു അപ്പെക്സ്, ഇതാണ് നമ്മുടെ അപ്പെക്സ് പോയിൻ്റ് വരുന്നത്. ഇത് നമുക്ക് 10 ഇഞ്ചാണ് അപ്പെക്സ് പോയിൻ്റ് വന്നേക്കുന്നത്. അപ്പം ഇതും പിന്നെ നെക്സ്റ്റ് വരുന്നത് അപ്പെക്സ് ടു അപ്പെക്സ്. നമ്മൾ അപ്പെക്സ് ടു അപ്പെക്സ് വന്നേക്കുന്നത് 7.5 ആണ് നമ്മൾ അപ്പെക്സ് ടു അപ്പെക്സ് വന്നേക്കുന്നത്. ഇത് നമ്മൾ സ്റ്റിച്ചിങ്ങിൽ ഒട്ടും ഒഴിച്ചു വിടാൻ പറ്റുന്നൊരു കാര്യമാണ്. അതായത് നമ്മുടെ കപ്സിൻ്റെ ആ ഷേപ്പ്, അതായത് ആ പൊസിഷനിങ് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ അപ്പെക്സ് പോയിൻ്റ് എടുക്കുന്നത്. അപ്പെക്സ് പോയിൻ്റ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഷോൾഡർ ടു ചെസ്റ്റ് പോയിൻ്റ് അങ്ങനെ പല ടൈപ്പായിട്ട് പലയിടത്തും അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ അപ്പെക്സ് പോയിൻറ്റിൻ്റെ രീതി. അപ്പം ഞാൻ അത് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഒരു ബ്ലൗസ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചത്. നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തൊരു ബ്ലൗസാണ്. ഇതിൻ്റെ അപ്പെക്സ് പോയിൻ്റ് നമുക്ക് മെഷർമെൻറ്റ് ചെയ്യും. ഇതിൻ്റെ മെഷർമെൻറ്റ് 10.5 ആൻഡ് 8 ആണ് നമുക്കിതിൻ്റെ അപ്പെക്സ് പോയിൻറ്റും അപ്പെക്സ് ടു അപ്പെക്സ് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് ചെയ്യുന്നത് കപ്പ് സൈഡിങ്ങും, അതായത് നമ്മുടെ പൊസിഷനിങ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ അപ്പെക്സ് പോയിൻ്റ് എടുക്കുന്നത്. അപ്പം ഇതാണ് ഈ അപ്പെക്സ് പോയിൻ്റിൻ്റെ കാര്യം. ഇപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്, ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്തോരം ഫ്രീ സ്പേസ് ഇടണമെന്ന്. അപ്പോൾ ഒരു 1.5 ഇഞ്ചോ 2 ഇഞ്ചോ ഒക്കെ നിങ്ങൾക്ക് സൈഡിൽ ഫ്രീ സ്പേസ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാവുന്നതാണ്. അല്ലാതെ നിങ്ങളിപ്പം കൊടുക്കുന്ന ആൾക്കാർ, അതായത് മെഷർമെൻറ്റ് എടുത്ത് ഒരാൾ സ്റ്റിച്ചർ മാസ്റ്റർ കൊടുക്കുന്നതാണെങ്കിൽ അവരോട് പറയുക ഞാൻ സ്കിൻ ഫിറ്റ് മെഷർമെൻറ്റാണ് എടുത്തേക്കുന്നത്, ഇതാണ് എൻ്റെ പെർഫെക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലെ മോർ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈവൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ സിയാ.